SIR സമയപരിധി നീട്ടിയിട്ടും സമ്മർദ്ദമൊഴിയാതെ BLOമാർ സമയം നീട്ടിയെന്ന് കരുതി വിശ്രമിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കാട്ടാക്കട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ശബ്ദ സന്ദേശം പുറത്ത്. നിലവിൽ ചെയ്ത അതേ വേഗത്തിൽ എന്യൂമറേഷൻ ഫോം കളക്ഷനും ഡിജിറ്റലൈസേഷനും ചെയ്യണമെന്ന് BLOമാർക്ക് നിർദ്ദേശം. 24 ബ്രേക്കിംഗ്. ആദ്യം ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. EF ഡിജിറ്റൈസേഷൻ്റെ തീയതി നീട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം പേര് ഇപ്പോഴും നമ്മൾ 50% താഴെയാണ്. അപ്പോൾ ഇതിൽ നീട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ വീണ്ടും ഇതിൽ ഒരു ഫ്ലെക്സിറ്റി കാണിക്കരുത്. അപ്പോൾ അവർ അടിയന്തരമായി ഇതുവരെ ചെയ്ത അതേ വേഗതയോടെ കൃത്യതയോടെയും ഇത് കളക്ഷനും ഡിജിറ്റൈസേഷനും ചെയ്യേണ്ടതാണ്. നമ്മുടെ താലൂക്കിൽ വളണ്ടിയേഴ്സ് മറ്റ് സ്റ്റാഫുകളെല്ലാം എപ്പോഴും സേവന സന്നദ്ധരായുണ്ട്. അവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമായ സമയങ്ങളിൽ തേടാവുന്നതാണ്. അലക്സ് റാമുദ വാർത്തകൾ ചെയ്യുന്നു. അലക്സ്, ഇതിൽ EROമാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാര്യം BLO കോർഡിനേറ്റർമാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാര്യം അതിന് മുകളിൽ EROമാരുടെ സമ്മർദ്ദമുണ്ട്. EROമാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. EROയ്ക്ക് മുകളിൽ കളക്ടറുടെ സമ്മർദ്ദമുണ്ട്. കളക്ടർമാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അതിന് മുകളിൽ അതിലും വലിയ സമ്മർദ്ദമുണ്ട്. അങ്ങനെ സമ്മർദ്ദങ്ങളുടെ ഒരു നാൾ വഴിയാണ് ഇതിങ്ങനെ സംഭവിക്കൂ അലക്സ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ BLOമാർ ആശുപത്രി അതായത് ഒരാഴ്ച സമയം നീട്ടി നൽകിയിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 4 മുമ്പ് ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യണമെന്നുള്ള തീരുമാനം ഒരാഴ്ച കൂടി നീട്ടി ഡിസംബർ 11 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 9 എന്നുള്ളത് നീട്ടി 16 അതുപോലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 14 എന്നുള്ളത് ഒരാഴ്ച. നേരത്തെ നിശ്ചയിച്ചിരുന്ന എല്ലാ നടപടിക്രമങ്ങൾക്കും ഒരാഴ്ച വീതം സമയം നീട്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ BLOമാർ ആശ്വസിക്കരുത്, വിശ്രമിക്കരുത് എന്നുള്ളതാണ് EROമാർ താഴേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് നേരത്തെ നിലനിന്നിരുന്ന അതേ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു. ഒരാഴ്ച നീട്ടി നൽകിയെങ്കിലും സമയപരിധി നീട്ടിയെങ്കിലും അതിൽ ആശ്വസിക്കാൻ നിങ്ങൾക്ക് വകയില്ല എന്ന് BLOമാരോട് പറയുകയാണ് EROമാർ. അതാണ് പ്രശ്നം. ആ സമ്മർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി തന്നെ ഇതുവരെ ചെയ്ത അതേ വേഗതയിൽ കളക്ഷനും ഡിജിറ്റൈസേഷനും ഒക്കെ പൂർത്തിയാക്കണമെന്നാണ് BLOമാർക്ക് കാട്ടാക്കട ERO നിർദ്ദേശം നൽകുന്നത്. ഇതിൽ ഡിജിറ്റൈസേഷൻ പലയിടങ്ങളിലും 50% താഴെയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിന് താലൂക്കിലെ മറ്റു ജീവനക്കാരുടെ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന്റെ ഒക്കെ സഹായം തേടാമെന്നും പറയുന്നുണ്ട്. സമയം നീട്ടിയിട്ടുണ്ടെന്ന ധാരണയിൽ ആശ്വസിക്കരുത്, വിശ്രമിക്കരുത്, റിലാക്സിറ്റി കാണിക്കരുതെന്നാണ് EROയുടെ നിർദ്ദേശം. നേരത്തെ ഉണ്ടായിരുന്ന അതേ സമ്മർദ്ദത്തിൽ ഈ BLOമാർ തുടരുന്നു എന്നുള്ളത് വലിയ പ്രതിഷേധം BLOമാർക്ക് ഉണ്ട്. ഹാഷ്മി, അലക്സ്, ആകെയുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു വിരട്ടിന്റെ ഭാഷയാണെങ്കിൽ ഈ വിരട്ട് ഭാഷ മാറി ഒരു നമ്മൾ എന്നൊക്കെയുള്ള വാക്ക് നിങ്ങൾ എന്ന് മാറ്റി നമ്മൾ എന്നൊക്കെ വാക്ക് ഉപയോഗിച്ചു തുടങ്ങി എന്നൊരു ചെറിയ മാറ്റമുണ്ട്. അത്രേ ഉള്ളൂ. ഹാഷ്മി, തീർച്ചയായും നമ്മളെന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഈ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ജോയത്തോണൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ BLOമാർക്ക് വേണ്ടി ജോയത്തോൺ മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോഴും ഈ ജോലി ഇവർക്ക് ഇങ്ങനെ തന്നെ തുടരുന്നു. ഇനി അടിയന്തരമായി തന്നെ BLOമാർ BLAമാരുടെ യോഗം ചേരണമെന്നുള്ളതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാരുടെ യോഗങ്ങൾ ചേരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ പറഞ്ഞ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്, ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുമപ്പുറം ഇനി കണ്ടുകിട്ടാത്തവരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധിയായ പ്രക്രിയ ഇവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഭാഷയ്ക്കൊരു ശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു, ജോലി സമ്മർദ്ദം തുടരുന്നു BLOമാർക്ക്. ഓക്കെ, ഭാഷ നേർക്കുനേർ വിരട്ടിയാലും അല്ലെങ്കിൽ മധുരത്തിൽ പൊതിഞ്ഞ് പറഞ്ഞാലും സമ്മർദ്ദം തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ വിശ്രമിക്കാനുള്ള സമയമല്ല ഇത്. എന്താണ്, ഒന്നും ആയിട്ടില്ല, 50% ഒക്കെ ആയിട്ടുള്ളൂ എന്ന് ERO പറയുന്നുണ്ട്. അപ്പോൾ ഇനി സമയം നീട്ടാതിരുന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന്, സമയം നീട്ടേണ്ടതില്ല എന്ന ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.